ഇടുക്കിയിലെ പാതകൾക്ക് സമീപമുള്ള അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തം. ദേശീയപാതയോരത്തും പൊന്മുടി അടക്കമുള്ള വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള വഴിയരികുകളിൽ നൂറുകണക്കിന് മരങ്ങളാണ് നിലം പൊത്താറായി നിൽക്കുന്നത്. പൊന്മുടി ഡാം ആൻഡ് ഡെയിൽ ടൂറിസം കേന്ദ്രത്തിലേക്ക് പോകുന്ന റോഡരികിൽ മൺതിട്ടകൾക്ക് മുകളിൽ നിലംപൊത്താറായി നിൽക്കുന്നത് നിരവധി കൂറ്റൻ തേക്കുമരങ്ങൾ. കാലവർഷാദ്യം പെയ്ത മഴയിൽ ഇവിടെ നിരവധി മരങ്ങൾ കടപുഴകി KCBക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായിരുന്നു. അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങളെ സംബന്ധിച്ച് നിരവധി വാർത്തകൾ പുറത്തുവരികയും ചെയ്തിരുന്നു. എന്നാൽ മരങ്ങളുടെ ഉടയോരായ വനവകുപ്പ് ഇവ മുറിച്ചു നീക്കുന്നതിന് ഒരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. നിലവിൽ മഴയ്ക്ക് നേരിയ ശമനമുള്ള സാഹചര്യത്തിൽ ഇത്തരം മരങ്ങൾ അടിയന്തരമായി മുറിച്ചു നീക്കണമെന്നാണ് ഉയർന്ന ആവശ്യം. നമുക്കറിയാം, സംസ്ഥാന പാതയിലും ദേശീയപാതയിലുമൊക്കെ ഒത്തിരി മരങ്ങൾ മുറിച്ചു മാറ്റാൻ വേണ്ടി അപേക്ഷ കൊടുക്കുകയും കാര്യങ്ങൾ ചെയ്തെങ്കിലും അതൊന്നും വെട്ടിമാറ്റുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. നമ്മുടെ അടുത്ത പ്രദേശമായ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന പൊന്മുടിയിൽ നൂറുകണക്കിന് മരങ്ങൾ വയസ്സായിട്ട് നിൽക്കുകയും അത് വെട്ടിമാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ കൊടുത്തിട്ടും അത് വെട്ടിമാറ്റാൻ ഇതുവരെ അതിൻ്റെ വേണ്ടപ്പെട്ടവർ തയ്യാറായിട്ടില്ല. അവിടെ വിനോദസഞ്ചാരികൾ വരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്ന സ്ഥലമായതുകൊണ്ട് വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിലുപരി യാത്രകളും മുടങ്ങുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇതിന് വേണ്ട നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കണമെന്നാണ്, ബന്ധപ്പെട്ട അധികൃതർ ചെയ്യണമെന്നാണ് ഒരു പൊതുപ്രവർത്തനം എനിക്ക് പറയാനുള്ളത്. ഇവിടെ മാത്രമല്ല, സംസ്ഥാന ദേശീയപാതകളിലും നിരവധി മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ബോഡിമെട്ട് മുതൽ ദേവികുളം വരെയുള്ള ഭാഗങ്ങളിൽ 150ലധികം മരങ്ങളാണ് ഏതു നിമിഷവും നിലംപതിക്കാവുന്ന തരത്തിൽ നിൽക്കുന്നത്. ഓരോ മഴക്കാലം എത്തുന്നതിന് മുൻപ് ജില്ലാ ഭരണകൂടം ഇത്തരം മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകുമെങ്കിലും ഒരിക്കൽ പോലും നടപ്പിലാകാറില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണയും ദേശീയപാതയിലും സംസ്ഥാനപാതയിലും മരം വീണ് നിരവധി അപകടങ്ങളാണ് ഉണ്ടായത്. പലരുടെയും ജീവൻ രക്ഷപ്പെട്ടതും തലനാരിഴയ്ക്കാണ്. കളക്ടറുടെ ഉത്തരവ് നടപ്പിലാക്കാൻ തയ്യാറാകാത്ത ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നതാണ് ഉയരുന്ന ആവശ്യം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.